ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുസരണക്കേടുകൾ ആത്മീക ജീവിതത്തിൽ ശാപമായി മാറാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ശാപമെന്നും ഈ ശാപത്തിൻ്റെ കാരണങ്ങളെ നമ്മൾ കണ്ടെത്തി ദൈവത്തിൻ്റെ ക്രോധം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്ന മേഖലകളുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാനായിട്ടുള്ള നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പഴയ നിയമ ഇസ്രായേലിൽ ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അനുസരണക്കേട് ശാപമായി മാറി. ഈ ശാപം കൊണ്ടാണ് അവരൊരു വലിയ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. ദൈവം അവരോട് പറയുകയാണ്, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാത്തിടത്തോളം ഞാൻ നിങ്ങളോടുകൂടെ വരത്തില്ല. ദൈവത്തിൻ്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. ഈ പല വിഷയങ്ങളിലും നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും ആത്മീകമായി മുന്നേറാൻ ആഗ്രഹിച്ചിട്ടും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഭൂതകാലങ്ങളിലെ അനുസരണക്കേടുകളും തന്നിമിത്തമായിട്ടുള്ള ദൈവ ആ ഒരു കോപവുമായിരിക്കും. അതായത് നമ്മൾ യഥാർത്ഥമായി അതൊരു ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യമാണ്, ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, പുതിയ നിയമത്തിൽ ശാപമുണ്ടോ? തീർച്ചയായിട്ടും പുതിയ നിയമത്തിലെ 2 എഴുതപ്പെട്ട ശാപങ്ങളെക്കുറിച്ചുകൂടെ ഇതിനോട് ചേർത്തൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. 1, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. 2-ാമത്തേത് ഗലാത്യ ലേഖനത്തിൻ്റെ ആരംഭ അധ്യായങ്ങളിലെ വാക്യങ്ങളാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ചതിന് വിപരീതമായി നിങ്ങളോട് ആരെങ്കിലും അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതായത് യഥാർത്ഥമായ ദൈവ വചനമല്ലാതെ വചനത്തെ വളച്ചൊടിച്ച് ചെയ്യുന്ന പ്രവർത്തികളും കാര്യങ്ങളുമൊക്കെ ശാപമായി മാറാറുണ്ട്. ഈ 2 കാര്യങ്ങളാണ്. പല സമയങ്ങളിലും നമ്മുടെ ഈ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ അല്ലെങ്കിൽ പല സമയത്തും മറുപടികൾ കിട്ടാതെ ഇരിക്കുമ്പോൾ ചിലരെ മിസ്ലീഡ് ചെയ്യും. ഈ മന്ത്രവാദങ്ങളിലേക്ക്, പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി മന്ത്രവാദങ്ങളിലേക്ക്, ക്ഷുദ്രപ്രയോഗങ്ങളിലേക്ക്, തെറ്റായ വഴികളിലേക്കൊക്കെ അവരെ കൊണ്ടുപോയാൽ ഈ ഒരു വിഷയം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും നമുക്ക് ദൈവപ്രസാദം ലഭിക്കത്തില്ല. ഇതൊരു ശാപം പോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്ന് കിടക്കും. 2, ഈ ജീവിതത്തിൽ തെറ്റായ ബന്ധങ്ങൾ, അസന്മാർഗികമായ ബന്ധങ്ങൾ ഒരു കാലത്തിൽ ആരെങ്കിലുമൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതത്തിലെയൊക്കെ തിരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വഴിവിട്ട രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ അവർ ഭയങ്കരമായ നിരാശയിലും വേദനയിലും ദൈവത്തിൻ്റെ ഒരു കരുണ അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും. ഈ വിഷയം യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ല എങ്കിൽ വളരെ ഗൗരവമായ ഒരു മെസ്സേജാണ് ഈ ഒരു മെസ്സേജ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. പല പ്രിയപ്പെട്ടവർക്കും ആത്മീകമായി അവർക്ക് മുന്നേറണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടും അവർ പ്രാർത്ഥിച്ചിട്ടും ഒന്നും എന്താണ് ദൈവത്തിൻ്റെ കൂട്ടായ്മ അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. ചെറിയ കാര്യങ്ങളിലായിരിക്കാം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ട് പ്രവർത്തിക്കത്തില്ലെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. നിസ്സാരമായ കാര്യത്തിലായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഒരു അനുസരണക്കേട് ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നു. ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു അനുഭവം കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ശാപത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പഴയ നിയമത്തിലെ ഒരു യുദ്ധത്തിൽ പ്രത്യേകിച്ച് യോശുവ എന്ന് പറയുന്ന ഒരു ശക്തനായ ഒരു ആത്മീക നേതാവ് ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ യെരിഹോവിൽ അവർ ജയിച്ചു. പക്ഷേ ഹായിൽ അവർ തോറ്റുപോയി. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന യോശുവയുടെ പുസ്തകം 6-7 അധ്യായങ്ങളിലാണ്. വളരെ ചുരുക്കമായിട്ട് സംക്ഷിപ്തമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. യെരിഹോവിനെ ആക്രമിക്കുന്ന സമയത്ത് ശബദാർപ്പിത വസ്തുക്കളിൽ തൊടരുതെന്ന് പറയുന്ന ഒരു കൽപ്പന അന്ന് ദൈവം കൊടുത്തിരുന്നു. ഈ ഓരോ കാലഘട്ടങ്ങളിലെയും ദൈവിക പ്രമാണങ്ങളും കൽപ്പനകളും വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തൊടരുത്, അതെടുക്കരുത് എന്ന് ദൈവം പറഞ്ഞു. പക്ഷേ നമുക്കറിയാം, യഹൂദാ ഗോത്രത്തിലെ സേരഹിൻ്റെ മകൻ, സബ്ദിയുടെ മകൻ, കർമ്മിയുടെ മകൻ ആഖാൻ യഹൂദാ ഗോത്രക്കാരനാണെന്ന് ഓർക്കണം. യഹൂദാ ഗോത്രത്തിന് യാക്കോബ് കൊടുത്ത അനുഗ്രഹം, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നീ ഒരു ബാലസിംഹമാണ്, നീ ഇരപിടിച്ച് കയറും. അടുത്തത്, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും.
അപ്പം ഓൾറെഡി പിതാക്കന്മാരുടെ ഒരു അനുഗ്രഹം യഹൂദ ഗോത്രത്തിനുണ്ട്. പക്ഷേ അനുസരണക്കേട് കാണിച്ചപ്പോൾ പിതാക്കന്മാരുടെ അനുഗ്രഹം പോലും നഷ്ടപ്പെട്ട് ശാപമായി മാറി. പ്രിയരെ, നമ്മളൊരു കാര്യം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിലും എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന അനുസരണക്കേടുകൾ അതിന് നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അങ്ങനെ വളരെ ബുദ്ധിപൂർവം ഇദ്ദേഹം എന്തു ചെയ്തു? തൻ്റെ കൂടാരത്തിൽ ഏറ്റവും അടിയിൽ വെള്ളി ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ഈ ബാബിലോണ്യ മേലങ്കി, 200 ശേക്കൽ വെള്ളി, 50 ശേക്കൽ പൊൻകെട്ടി, 3 സാധനങ്ങളാണ്. വില കൂടിയ സാധനങ്ങൾ കണ്ടു, കണ്ണുകളിലൂടെയുള്ള പാപമാണ്, മോഹിച്ചു, എടുത്തു, വിദഗ്ധമായി ഒളിപ്പിച്ചു. ഈ ബാബിലോണ്യ മേലങ്കിയും ഈ പൊന്നും ഒന്നും അടിയിൽ വെക്കാതെ വെള്ളി, ഏറ്റവും കൂടുതലുള്ള വെള്ളി ഭദ്രമായി അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റുള്ള വസ്തുക്കളെല്ലാം വെച്ച് ആരും കാണാത്ത രീതിയിൽ വളരെ വിദഗ്ധമായി വെച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് ഇത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്നത്തെ ആ ഒരു ചരിത്രം പറഞ്ഞ് ആ ചരിത്രത്തിലേക്ക് പോകാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ യുദ്ധത്തിൽ അവർ തോറ്റുപോയി. ഹായി എന്ന് പറയുന്ന പട്ടണം എരിഹോവിനേക്കാൾ ചെറിയൊരു പട്ടണമായിരുന്നിട്ടും അവർ തോറ്റുപോയി. തോക്കാനുള്ള കാരണം എന്താണെന്നറിയാം? ദൈവം അവരോടുകൂടെ ഇല്ലായിരുന്നു. ദൈവം നമ്മളോടുകൂടെ ഇല്ലെങ്കിൽ, ദൈവസാന്നിധ്യം നമ്മളോടുകൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരന്തരം പരാജയമായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചന നമുക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ എന്ത് കഷ്ടതകളും വേദനകളും വന്നാലും, എത്ര പ്രതിസന്ധികളും പൈശാചികമായ പോരാട്ടങ്ങൾ നമുക്കെതിരെ ഉയർന്നു വന്നാലും, നമ്മൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്താണെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടാനായിട്ടില്ല. അപ്പം ഈ ഒരു ദൈവവചനം കേൾക്കുമ്പോൾ ജീവിതത്തിലെ പിൻകാലങ്ങളിലെ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകമായ സമയമാണിത്. നമ്മൾ ഈ ഒരു പരിധിക്കപ്പുറത്തേക്ക് ദൈവകൃപയിൽ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇത്തര അനുസരണക്കേടുകൾ, ശാപങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് കഴിയില്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ 2 വാക്യങ്ങളിലേക്കൊന്ന് വരികയാണ്. ഒന്ന്, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ഒരു വാക്യമുണ്ട്, കൊരിന്ത്യ ലേഖനത്തിലാണ്. അപ്പം അതായത് ഈ സ്നേഹിക്കാത്തവൻ എങ്ങനെയാണ് ഈ ശപിക്കപ്പെട്ടവനായി മാറുന്നത്? പുതിയ നിയമമാണ് കേട്ടോ. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ശാപങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇനി നമ്മൾ പുതിയ നിയമത്തിലെയാണ്. പുതിയ നിയമത്തിൽ ശാപമുണ്ടോ? തീർച്ചയായിട്ടും ശാപമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. എന്തുകൊണ്ടാണ് യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നത്? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ എഫെസോ സഭയോട് ദൂത് പറയുമ്പോൾ, നിൻ്റെ ആദ്യ സ്നേഹം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. നോക്കിക്കേ, സ്നേഹം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? എവിടെയോ വീണുപോയി. കണ്ടോ? എവിടെയോ വീണുപോയത് മനസ്സിലാക്കി ആ വീണുപോയത് ഏറ്റുപറഞ്ഞ് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ഇന്ന് എല്ലാവരും പഠിപ്പിക്കുന്നത് എന്തുവാ? ഇത് കൃപയാണ്, പ്രവൃത്തിയുടെ ആവശ്യമില്ല. നീ ചെയ്യുന്ന പാപവും ചെയ്യാൻ പോകുന്ന പാപവും ക്ഷമിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ശുദ്ധ വിഡ്ഢിത്തരങ്ങളാണ്. ഒരു സൈഡിൽ ഇത് കറക്റ്റാണ്. പക്ഷെ ഇത് തലമുറകളെ പോലും ഇതെല്ലാം പഠിപ്പിച്ച് അവരെ ഒരു വല്ലാത്ത അവസ്ഥയിൽ പാപബോധമില്ലാത്തവരാക്കി മാറ്റുമ്പം സംഭവിക്കുന്നത് ഭയാനകമായ തകർച്ചകളാണ്. ഭയാനകമായ തകർച്ചകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന കുറച്ചെങ്കിലും പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിൽ യഥാർത്ഥമായ ദൈവവചനം നമ്മുടെ ഉള്ളിൽ കയറട്ടെ. ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? ഇത് പുതിയ നിയമമാണ്, ഇത് കൃപായുഗമാണ്, എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല, നീ ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി, അത് ക്ഷമിക്കും. തുയത്തൈര സഭയോട് പറയുന്നത് എന്താണെന്നറിയാമോ? എന്താ പറയുന്നത്? നിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരാളെ നീ പ്രവാചകി, ദുർനടപ്പാചരിക്കുന്ന വ്യക്തിയെ നീ അനുവദിച്ചു കൊടുക്കുന്നു. അടുത്തത്, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകും. നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. അപ്പം ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, മാനസാന്തരപ്പെടുക, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക ഫലം ഞാൻ കൊടുക്കും എന്നൊക്കെ പറയുമ്പം പുതിയ നിയമത്തിൽ
പ്രാർത്ഥന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രവൃത്തി. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്തുമാകാം ഏതുമാകാം എന്നൊക്കെ വെച്ച് നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ, ദൈവത്തിൻ്റെ വചനം വിട്ട് നമ്മൾ മാറി യാത്ര ചെയ്യുമ്പോൾ അതെല്ലാം ശാപമായി മാറുകയാണ്. അതാണ് പറയുന്നത്, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ദൈവത്തോടുള്ള സ്നേഹം എവിടെയാണ് നിൽക്കുന്നത്? അത് കുറഞ്ഞു പോയിട്ടുണ്ടോ? അത് കുറഞ്ഞാൽ, ഈ സ്നേഹം കുറയുമ്പോൾ പലതിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. അതങ്ങനെയാണല്ലോ. സ്നേഹത്തിൽ നിന്നാണ് അനുസരണം ഉണ്ടാകേണ്ടത്. സ്നേഹം കുറയുമ്പോഴാണ് ആരാധനയ്ക്ക് പിന്നെ പോത്തില്ല, ദൈവവചനം വായിക്കത്തില്ല, പിന്നെ പാപത്തെ സ്നേഹിക്കാൻ തുടങ്ങും. അതാണല്ലോ ഈ യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൈവവചനം കേൾക്കുമ്പം, കർത്താവേ എനിക്കൊന്ന് മടങ്ങി വരാൻ സഹായിക്കണമേ. പണ്ട് എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ, അങ്ങനെ ചെയ്ത പ്രവർത്തികൾ, അതിൻ്റെ ഫലം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാനൊരു അനുഭവം പറയുകയാണ്. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതമാണല്ലോ. ഞാൻ കൂടുതലും ഈ ഒരു ചാനലിലൂടെ നമ്മൾ ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായിട്ടല്ല ഇത് അനുഭവങ്ങളൊക്കെ തുറന്നു പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ ഒരു അനുഗ്രഹമായി വിടുതലായി മാറട്ടെ എന്ന് കരുതിയിട്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു 21 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്ത്, അന്ന് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. സത്യത്തിൽ 2024 ഡിസംബർ മാസം, അതെ 2024 ഡിസംബർ 5 ജൂലൈയിലാണ് തോന്നി ഈ ചാനൽ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 24 ഡിസംബറിലാണ്. 24 ഡിസംബർ ഒടുവിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇരിക്കാനായിട്ട് തീരുമാനിച്ച ഒരു സമയം. ശരിക്കും ആ ഒരു ഉപവാസ പ്രാർത്ഥനയിലാണ് ഇങ്ങനെ ദൈവവചനം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചതും എൻ്റെ ആ ഒരു ആത്മീക കണ്ണുകളെ പ്രകാശിപ്പിച്ച് ദൈവിക ദർശനങ്ങളിലൂടെ ഇങ്ങനെ ഒരു ആലോചന തരുന്നു. ആ ഒരു ഐഡിയ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ആണ്. പക്ഷേ ആ ഫാസ്റ്റിങ്ങിൻ്റെ 3 ദിവസം മുമ്പ് സംഭവിച്ചൊരു ചെറിയൊരു സംഭവമുണ്ട്. ഞാനിത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വേഗത്തിൽ ഞാൻ പറയാം. ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കന്മാർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരൻ നാട്ടിലില്ല. എൻ്റെ മാതാപിതാക്കന്മാർ 2 പേരും പ്രായമുള്ളവരാണ്. ഞങ്ങളാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും മരുന്നുകളെല്ലാം മേടിച്ചു കൊടുക്കുന്നത്. അപ്പം അന്ന് ആ ഉപവാസം തുടങ്ങുന്നതിൻ്റെ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ആണ്, കണ്ടിന്യൂസ് ചർച്ചിൽ പ്രയറാണ്. നമ്മളപ്പോൾ ആ സമയത്ത് ഫ്രീ ആകത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഫുൾ ഫാസ്റ്റിംഗ് ആണ്. 21 ദിവസം പൂർണ്ണമായും ഞാനും എൻ്റെ വൈഫും ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം വേറെ കാര്യങ്ങളൊന്നും എൻഗേജ്ഡ് ആകാതിരിക്കേണ്ടതിനായിട്ട് അതിന് മുൻപിലുള്ള ഒരാഴ്ച കൊണ്ട് എല്ലാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും തീർത്തു. പക്ഷേ അതിന് ഒരു 5 ദിവസം മുമ്പ് എൻ്റെ പപ്പായുമായിട്ട് ഒരു ചെറിയ വിഷയത്തിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. വലിയ പിണക്കമോ ഇതൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തെ എൻ്റെ അപ്പൻ അംഗീകരിച്ചില്ല എന്നുള്ള ഒരു ചിന്ത, ഒരു ന്യായമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അംഗീകരിച്ചില്ല എന്നുള്ള ഒരു ചിന്തയിൽ എൻ്റെ പപ്പായോട് എനിക്കൊരു നീരസം ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ പപ്പ എന്നോട് ചോദിച്ചു, നീ എന്തോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ കുറച്ച് എന്തൊക്കെയോ പപ്പയുടെ രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, എല്ലാ കാര്യവും ഞാനല്ലേ ചെയ്യുന്നത്, എന്നാൽ പിന്നെ 21 ദിവസം ഉപവാസം ഇരിക്കാൻ പോവുക. പപ്പായുടെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് പപ്പായ്ക്ക് പോയി മേടിക്കാൻ പറ്റത്തില്ല. ഞാനാണ് ആ മെഡിസിൻസ് പോയി മേടിക്കേണ്ടുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഒന്ന് പഠിപ്പിച്ചേക്കാം, തന്നെ പോയി മേടിക്കട്ടെ എന്ന് കരുതി. പപ്പ ഒരു വികലാംഗനാണ്, കാല് വയ്യാത്ത ഒരാളാണ്. മമ്മിയും കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകളും. അപ്പം ഞാനങ്ങനെ ചിന്തിച്ചിട്ട് ഉപവാസം തുടങ്ങുന്നത് ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ ഫാസ്റ്റിംഗ് ആണ്. അതായത് ഞായറാഴ്ച വൈകിട്ട് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് നമ്മൾ ഉപവാസം തുടങ്ങിയാണ്. അതായത് ബുധനാഴ്ച വൈകുന്നേരം ഈ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച ഞാനിങ്ങനെ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ എല്ലാം ചെയ്തു, ഈ തവണ ഞാനിത് ചെയ്യുന്നില്ല, തന്നെ പോയി ഒന്ന് പഠിക്കട്ടെ, മരുന്ന് പോയി തന്നെ മേടിക്കട്ടെന്ന് നമ്മൾ പറയല്ലോ, ഒരു പണി കൊടുക്കണമെന്ന്. ഇങ്ങനെ ഒരു പണി കൊടുക്കാനായിട്ട് വിചാരിച്ചു. അപ്പം വ്യാഴാഴ്ചത്തെ പ്രാർത്ഥന വ്യാഴാഴ്ച കഴിഞ്ഞു. പക്ഷേ എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും എന്തോ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാനോ ദൈവിക കൂട്ടായ്മ അനുഭവിക്കാനോ ഒന്നും പറ്റുന്നില്ല. വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഉപവാസം ഇരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ബൈബിൾ ക്ലാസ് എടുത്തു. വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, പുലർച്ചെ ആണെന്ന് തോന്നുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ഭയാനകമായ സ്വപ്നം. ആ സ്വപ്നം ഞാൻ കണ്ടത് ഒരു വലിയ
ഒരു ക്യാബിൻ. ഈ ക്യാബിൻ്റെ അകത്ത് വലിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പം എനിക്ക് അവ്യക്തമായി ഈ ക്യാബിൻ്റെ അകം കാണാൻ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ക്യാബിൻ്റെ അകത്ത് ഒരു കസേരയിട്ട് എൻ്റെ അപ്പനും അമ്മയും ഒരു സ്ഥലത്തിരിക്കുന്നു. മറ്റാരോ കുറേ ഉന്നതരായ ഓഫീസേഴ്സ് അവിടെ ഇരിക്കുകയാണ്. എന്തോ ഒരു വലിയ യോഗം നടക്കുകയാണ്. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാബിൻ തുറന്നിട്ട് എന്നെ വിളിക്കാനായിട്ട് തുടങ്ങിയാണ്. എന്താണെന്നറിയാമോ? എനിക്കെതിരെ എന്തോ ഒരു ആരോപണം വന്ന് എന്നെ വിസ്തരിക്കാൻ ആ ക്യാബിനകത്തേക്ക് കയറ്റാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ ഭയപ്പെട്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇത്രയും ആളുകളുടെ മുമ്പിൽ എന്നെ വിസ്തരിക്കുമല്ലോ എന്നൊക്കെ കരുതി ഞാൻ ഭയപ്പെട്ട് പുറത്ത് നിൽക്കുന്നു. ഇപ്പോൾ എന്നെ അകത്തേക്ക് വിളിക്കും. ഡോർ തുറക്കുന്ന ആ ഒരു രംഗം വരെ വന്നപ്പോൾ ഞാൻ കണ്ണ് പെട്ടെന്ന് തുറന്നു. പുലർച്ചെ ഏതോ സമയമായി ദൈവസന്നിധി ഞാൻ എഴുന്നേറ്റിരുന്നു. സാധാരണയുള്ളൊരു സ്വപ്നമല്ല. നമ്മൾ പറയുമല്ലോ, റിയലി നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച. അങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഈ പഴയ സംഭവങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല. പെട്ടെന്ന് പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഒരു വേദഭാഗം ദൈവാത്മാവിൻ്റെ മുമ്പിൽ പ്രകാശിപ്പിച്ചു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു, ന്യായവിധി പുറപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. എൻ്റെ ന്യായവിസ്താര സഭയ്ക്കകത്ത് നിന്നെ ഞാൻ കയറ്റി ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് 4 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പനോട് എൻ്റെ മനസ്സിലെ നീരസവും ഞാനിനിയും പണി കൊടുക്കാനിരുന്നതും എല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ കാണിച്ച സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതാണ്: എത്രയും പെട്ടെന്ന് നിൻ്റെ അപ്പനോടും അമ്മയോടും മനസ്സുകൊണ്ട് ക്രമീകരിക്കുക. അതായത്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ന്യായം വിധിക്കും. എൻ്റെ ന്യായവിസ്താര സഭയിലേക്ക് ഞാൻ നിന്നെ കയറ്റും. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. സ്നേഹവാനായ ദൈവം എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നോക്കിക്കേ. സ്നേഹവാന്മാനായ ദൈവത്തിന് മനസ്സിലായി, ഞാൻ ഈ പിണക്കം കൊണ്ട്, ഈ നീരസം കൊണ്ട് 21 ദിവസമല്ല 40 ദിവസം ഇരുന്നാലും എനിക്ക് തരാനുള്ള ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് തരാൻ കർത്താവിന് കഴിയില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്തല്ല ഞാൻ. നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരാണ്. എത്ര വലിയ പാസ്റ്ററായാലും, എത്ര വലിയ പ്രസംഗകനായാലും, എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും ദൈവത്തിൻ്റെ മുമ്പിൽ അപ്പനും അമ്മയും ആ സ്ഥാനം ദൈവം അവരെ ആദരിക്കുന്നുണ്ട്. ദൈവം അവരുടെ മുഖത്തെ ആദരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പോയാൽ എനിക്ക് വെറുതെ 21 ദിവസം പട്ടിണി ഇരിക്കാമെന്നുള്ളതല്ലാതെ ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹങ്ങളെ എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് സ്നേഹവാനായ ദൈവം മനസ്സിലാക്കി എനിക്ക് തിരിച്ചറിവ് തന്നപ്പോൾ ഞാൻ ദൈവസന്നിധി ക്ഷമ പറഞ്ഞപ്പാ, എന്നോട് ക്ഷമിക്ക് കർത്താവേ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. എൻ്റെ മനസ്സിൽ ഇത് വെച്ചുകൊണ്ട് ഞാൻ ഉപവസിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉപവാസം അനുഗ്രഹത്തേക്കാൾ ശാപമായേനെയും, അങ്ങേക്ക് എന്നെ അനുഗ്രഹിക്കാൻ പറ്റാതെ പോയേനെയും, അങ്ങ് എന്നിലൂടെ ചെയ്തെടുക്കുവാനുള്ള പ്രവൃത്തികൾ ചെയ്തെടുക്കുന്നതിന് അത് തടസ്സമായി മാറിയേനെയും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിതൊന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള ചേന എൻ്റെ ഭാര്യയെ കൊണ്ട് പുഴുങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് അപ്പനോട് യഥാസ്ഥാനപ്പെട്ട് പറഞ്ഞു. തെറ്റിപ്പോയി, അന്നൊന്ന് സംസാരമുണ്ടായി, ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് 1 മാസത്തേക്കുള്ള എല്ലാ മരുന്നുകളും മേടിച്ചു കൊടുത്ത് സന്തോഷത്തോടെ ആ ഒരു വിഷയം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അത് അവസാനിപ്പിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും അസാധാരണമായ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നീട് നടന്ന ആ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഭയങ്കര ദൈവാനുഗ്രഹവും. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ശുശ്രൂഷകളെല്ലാം ആ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ ദൈവം തന്ന ആലോചനയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ തടയുന്നതാണ്. അതൊരു ശാപമായി മാറുകയാണ്. ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ വ്യവസ്ഥയും ദൈവത്തിൻ്റെ പ്രമാണവും വിട്ട് പ്രവർത്തിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് പലരും പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ വിടുതൽ ഉടനെ സംഭവിക്കാൻ പോകുന്നു അല്ല, പക്ഷേ യഥാർത്ഥമായ ഒരു ഏറ്റുപറച്ചിൽ, വീഴ്ചകൾ പരിശോധിക്കുക. അത് പരിശോധിക്കണേ വചനം അറിയണം, ഇല്ലേ? ഈ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കും പഴയ നിയമത്തിലാണ്. പക്ഷേ എഫേസ്യ ലേഖനത്തിലൊക്കെ വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇതൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്വത്തോടു കൂടിയുള്ള കൽപ്പനയാണെന്നൊക്കെ പറയുമ്പം ആ കൽപ്പനകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ആരാധനയും ആചരണങ്ങൾക്കുമേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള കൽപ്പനകളെ ദൈവം എല്ലാ കാലത്തേക്കും തന്നതാണ്. നമ്മളെ വളർത്തി വലുതാക്കി നമ്മുടെ മാതാപിതാക്കൾ. അപ്പം നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ
ഇത് ഞാൻ ഒരു അനുഭവം പറഞ്ഞു. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ കാണും. ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോ ഞാൻ പറയാം. കാരണം സമയം ഇപ്പം തന്നെ ഏകദേശം 20 മിനിറ്റിനപ്പുറത്തേക്ക് പോയി. ഒത്തിരി ലോങ് വീഡിയോ ആണെങ്കിൽ കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എനിക്കും സമയത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്, ഇത്ര മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്കറിയാവുന്ന ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ തെറ്റായ ബന്ധങ്ങൾ, ചില റിലേഷൻഷിപ്പുകൾ, പിന്നീട് അവർ ദൈവകൃപ പ്രാപിക്കാനായിട്ട് ശ്രമിക്കുമ്പം ഇതൊരു വലിയ ഹഡിലായി, ഒരു വലിയ വിലങ്ങുതടിയായി അവരുടെ ജീവിതത്തിൽ നിൽക്കും. അത് ഏറ്റുപറയുകയും അത് ക്രമീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴേ അവരുടെ മേൽ കൃപ പകരത്തുള്ളൂ. അവർക്ക് നിരന്തരമായി ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പഴയ നിയമത്തിലെ ആഖാനുമായിട്ട് ബന്ധപ്പെട്ട് യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങളെ പുറം കാട്ടുമാറാക്കിയതിൻ്റെ കാരണം നിങ്ങളുടെ ഇടയിലെ ശാപമാണ്. ഈ ശാപത്തെ നീക്കിക്കളയുക. 7-ാം അധ്യായത്തിൽ ജനത്തെ ശുദ്ധീകരിപ്പിക്കുന്നു. അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. വിളിച്ചു കൂട്ടുമ്പോൾ യഹൂദാ ഗോത്രത്തിൽ സേരഹിൻ്റെ മകൻ സബ്ദിയുടെ മകൻ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. യഹൂദാ ഗോത്രം എന്ന് പറയുന്നത് ഏത് ഗോത്രമാണ്? യഹൂദാ ഗോത്രം രാജകീയ ഗോത്രമാണ്. യാക്കോബ് ബാലസിംഹമാണെന്ന് പറഞ്ഞു, ശത്രുക്കളുടെ തോളിൽ നിന്റെ കൈ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച അനുഗ്രഹമുണ്ട്. പക്ഷെ ആ അനുഗ്രഹം എന്തേ ഇവിടെ വർക്ക് ചെയ്യാഞ്ഞത്? എത്ര അനുഗ്രഹങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്തല്ല നമ്മൾ പോകുന്നതെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കൂട്ടായ്മ നമുക്കൊരിക്കലും അനുഭവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ നരകത്തെ ഭീകരമാക്കുന്നത് നരകത്തിലെ തീയോ നഗരത്തിലെ പുഴുവോ നഗരത്തിലെ ദണ്ഡനമോ ഒന്നുമല്ല. നരകത്തെ ഏറ്റവും ഭീകരമാക്കുന്നത് ദൈവം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവമില്ലാത്തവൻ്റെ ജീവിതം, ദൈവസാന്നിധ്യമില്ലാത്തവൻ്റെ ജീവിതം, ദൈവിക കൂട്ടായ്മയിൽ വസിക്കാത്തവൻ്റെ ജീവിതം, അവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും അവിടെ ഒരു ശൂന്യതയുണ്ടാകും, അവിടെ ഒരു വേദനയുണ്ടാകും, അവിടെ ഒരു അസ്വസ്ഥതയുണ്ടാകും. അത് ഭയാനകമാണ്, അത് വർണ്ണിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ദാവീദിൻ്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ, പല തെറ്റുകളും സംഭവിച്ച് ദൈവത്തിൻ്റെ കൂട്ടായ്മ തന്നിൽ നിന്ന് പോയപ്പോൾ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, നീ ഒടിച്ച അസ്ഥികൾ സന്തോഷിക്കും, സന്തോഷവും ഉല്ലാസവും ഒക്കെ എനിക്ക് തിരിച്ചു തരണമേ എന്ന് പറയുമ്പോൾ, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയതും നിമിത്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള ശാപങ്ങളും ദൈവസാന്നിധ്യം ഇല്ലായ്മയും ഭയാനകമാണ്, വിവരണാതീതമാണ്. ചിലർ പറയുന്നത് ഒരു ചുവട് പോലും വെക്കാൻ പറ്റുന്നില്ല, ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റുന്നില്ല. ജീവിതം മുഴുവനും വഴിമുട്ടിയ അവസ്ഥയിലാണ്. പ്രിയരെ, നോക്കുക, പിശാചുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലേക്ക്, യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ടുന്ന മേഖലകളിൽ നമ്മളൊന്ന് ക്രമീകരണം വരുത്തുകയും ശുദ്ധീകരിക്കപ്പെടുകയും ആഖാന് സംഭവിച്ചതുപോലെ, എനിക്കതിൻ്റെ അകത്തുനിന്നൊക്കെ ഒത്തിരി ആത്മീക ദൂതുകൾ പറയാനായിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ, യോശുവ എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ടായിട്ട് പോലും തോറ്റുപോയി. നമുക്ക് എത്ര നല്ല ദൈവദാസന്മാരുണ്ടെങ്കിലും, എത്ര പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ, വചനം വിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, അതിന് കൊടുക്കേണ്ടുന്ന വിലയെന്ന് പറയുന്നത് ഭയങ്കരമാണ്. ധാരാളം ആളുകളെ അങ്ങനെയുള്ളവരെ അറിയാം. ക്രിസ്തീയ ജീവിതം ഭയത്തോടെ കഴിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾ നമ്മൾ നോക്കുമ്പോൾ മാനസാന്തരപ്പെടുക, ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർക്കുക, മടങ്ങി വരിക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കണ്ടോ, പ്രവൃത്തി ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യാനൊക്കെയുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയോട് അടുത്ത് വരുന്നു. ദൈവവചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കും. ജീവിതത്തിൽ പരാജയ കാരണമായ അനുസരണക്കേടുകളെ കണ്ടെത്താൻ തക്കവണ്ണം ദൈവം കൃപ കൊടുക്കണമേ. അത് പരിഹരിച്ച് അത് ക്രമീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കൃപ കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.